ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസവും വലിയ കുഴപ്പമില്ലാതെ പോയി. ആദ്യത്തെ ദിവസം സ്നാക്സും ലഞ്ചും ഒന്നും കൊണ്ടുപോകണ്ടായിരുന്നു. ഇന്നലെ പിന്നെ ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് ശ്രീമോനും എൻ്റെ കൂടെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് എഴുന്നേറ്റ് 6 മണി ആയപ്പോൾ തന്നെ ശ്രീമോനും ഉണർന്നു. ഒരു 6:15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ താഴെ ഇറങ്ങി വന്നു. കുറച്ച് നേരം കൂടെ ഉറക്കാൻ നോക്കിയതാണ്, ഒരു രക്ഷയില്ല, ഉറങ്ങുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഓർത്തെങ്കിൽ ഇനിയിപ്പോൾ അവനെയും കൊണ്ട് തന്നെ ചെയ്യാം. പിന്നെ തലേന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദോശയും ചമ്മന്തിക്കറിയും മതിയെന്ന്. ആ പറഞ്ഞത് എന്തോ ഭാഗ്യം. അല്ലെന്നുണ്ടായിരുന്നു ഈ രാവിലെ ഞാൻ ഇവനെ വെച്ചുകൊണ്ട് ചോറും കറിയെല്ലാം ഉണ്ടാക്കുന്നത് നല്ല പാടാണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല, അവനെ വെച്ചുകൊണ്ടങ്ങ് ചെയ്യാം. കാശി എഴുന്നേറ്റ് വന്നിട്ടില്ല. അമ്മച്ചി ഉണർന്ന് കിടക്കുവാണ്, എഴുന്നേറ്റില്ല. അമ്മച്ചിക്ക് ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേക്കാൻ പറ്റത്തില്ല കേട്ടോ. അമ്മച്ചിക്ക് കാൽവേദനയൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ മുടിയൊക്കെ ചീകി കെട്ടുവാണ്. ആര് മുടി ചീകിയാലും ആദ്യമേ ശ്രീമോനെ ഒരുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഒരുങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അവനെ ഒരു കസേരയൊക്കെ അവിടെ നീക്കിയിട്ടിട്ട് അവിടെ നിർത്തി അവൻ്റെ മുടി ചീകി കൊടുത്തിട്ട് ഞാനും മുടിയൊക്കെ ചീകി കെട്ടി. അപ്പോൾ ദോശമാവ് എടുത്ത് ഞാൻ വെളിയിലോട്ട് വെച്ചിട്ടാണ് മുടിയൊക്കെ ചീകി കെട്ടാൻ നിന്നത്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് തണുപ്പ് കുറേയൊക്കെ അങ്ങ് പോകുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് ചായ ഇടുവാണ്. അമ്മച്ചിക്ക് കോഫിയാണ്, അത് പാൽ കോഫിയല്ല, സാധാ കോഫി ഉണ്ടല്ലോ അതാണ്. അപ്പം അമ്മച്ചിക്ക് അതും എടുത്ത് ഞങ്ങൾക്ക് ചായ ഇടാനുള്ള പ്ലാനാണ്. കാശിയാണെങ്കിൽ ചില സമയത്ത് രാവിലെ എന്തെങ്കിലും കഴിക്കും, ചില സമയത്ത് കാപ്പി മാത്രമേ കുടിച്ചിട്ട് പോകാറുള്ളേ. അതുകൊണ്ട് പിന്നെ ഞാനും കരുതി എന്തുവായാലും പാൽ കാച്ചി വെച്ചേക്കാം, അത് കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ, കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെന്നും കരുതി. അങ്ങനെയാണെങ്കിൽ ശ്രീമോനോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. കാര്യം പറഞ്ഞുകൊണ്ട് നിന്നില്ലെങ്കിൽ അവൻ്റെ ശ്രദ്ധ മാറി വേറെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിടും. അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. കത്രിക എടുക്കാനൊക്കെയാണ് പറയുകയും കാണിക്കുകയും ചെയ്യുന്നത്. അവിടെ എന്തോ ഇരുന്നാലും അവന് വേണം. എനിക്കാണെങ്കിൽ അവനെ വെച്ചുകൊണ്ട് ചെയ്യുന്നത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടേ നിൽക്കത്തുള്ളൂ കേട്ടോ. നമ്മളൊന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ അവൻ താഴോട്ട് ചാടാനും ഒക്കെ നോക്കുവേ. അതുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ അവിടെ വെച്ച് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ദോശ ഇടാനുള്ള ഉപ്പിട്ടിട്ട് വെച്ചു. പിന്നെ ആണെങ്കിൽ പാല് കാച്ചി കോഫിയാക്കി എടുത്തിട്ടുണ്ട്. അമ്മച്ചിയുടേതാണെങ്കിൽ കട്ടൻ കാപ്പിയായിരുന്നു, അതും ആക്കി വെച്ചിട്ടാണ് ചായ എടുത്തത്. അപ്പോൾ ഇനി തേങ്ങ തിരുമണം നമുക്ക് ചമ്മന്തിക്കറിക്കുള്ളത്. ആ സമയം കൊണ്ട് ശ്രീമോനെ ഞാൻ തറയിലോട്ട് നിർത്തിയിട്ടുണ്ട്. അവിടെ ഒരു പൂച്ചയുണ്ട്, ആ പൂച്ചയെ നോക്കിക്കൊണ്ട് അവിടെ നിന്നോളൂ. പൂച്ചയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് മാത്രമല്ല, ദേഷ്യം വരുമ്പോൾ കാലൊക്കെ പൊക്കുകയും ചെയ്യും. ഇന്നാളൊരു ദിവസം അങ്ങനെ കാല് പൊക്കി താഴെ വീണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ 2 മുട്ടും മുറിഞ്ഞു. അപ്പോൾ ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ട്. അവിടെ ചെല്ലുന്ന ഉടനെ കാണിക്കും, ഉവ്വാവാ ഉവ്വാവാ എന്നും പറഞ്ഞിട്ട് 2 കാലിലും തൊട്ട് കാണിക്കുവേ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മാറി നിൽക്കുമെന്ന് പറഞ്ഞ് അവനൊരു തരത്തിൽ കേൾക്കത്തില്ല. ആ കട്ടളപ്പട്ടിയുടെ മണ്ടേ കയറിയേ നിൽക്കത്തുള്ളേ, ആ സ്റ്റെപ്പിൽ ഇറങ്ങി നിൽക്കത്തില്ല. എന്നിട്ട് അവിടെ നിന്നിങ്ങനെ ആടും. അങ്ങനെ ഇപ്പോൾ കണ്ടോ, ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഉടനെ അവൻ അവിടെ അതിൻ്റെ മണ്ടേ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ആട്ടം വരുന്നത്. സ്റ്റെപ്പിൽ നിൽക്കുവാണെങ്കിൽ അത്രയും പ്രശ്നമില്ല, മുഴുവൻ കാലും വെക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആടിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ തേങ്ങാപ്പീര ഇഷ്ടമാണ്. തേങ്ങ തിരുമുന്ന ഉടനെ തേങ്ങാപ്പീര വേണം. അപ്പോൾ അതിനുവേണ്ടി കൈ ഞൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുക്കാനായിട്ട്. അങ്ങനെ വേഗം ഞാനാണെങ്കിൽ ആ 2 മുറി തേങ്ങ അങ്ങ് തിരുമി എടുത്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് ചമ്മന്തിക്കറിക്ക് പിന്നെ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും കറി വെക്കുമ്പോൾ അതിൻ്റെ അകത്തിൽ എടുക്കാനായിട്ടാണ് അത് മൊത്തം തിരുമിയത്. ഇപ്പം ഞാൻ അകത്തോട്ട് കയറിയപ്പോഴും ശ്രീമോൻ വീഴാൻ പോയി. ആ പൂച്ചയെ വിളിച്ചുകൊണ്ട് നിൽക്കുക, അവിടുന്ന് പോരാൻ പറഞ്ഞിട്ട് ഒരു തരത്തിൽ മാറുന്നുമില്ലായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ചമ്മന്തിക്കറിക്കുള്ളതൊക്കെ നോക്കുവാണ്. സവാള അരിഞ്ഞെടുക്കുവാണ് ചമ്മന്തിക്കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ശ്രീമോനാണെങ്കിൽ ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പൂച്ചയ്ക്ക് കൊടുക്കാനായിട്ട്. അതാകുമ്പോൾ അതൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങ് നിൽക്കുമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് തന്നെ ഞാൻ നിൽക്കണേ. അതുകൊണ്ട് ഭയങ്കര പാടാണ്. അവനെ വെച്ചുകൊണ്ട് എളിയെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഇച്ചിരി പാടായതുകൊണ്ട് തറയിൽ നിർത്തി അവൻ പറയുന്നതൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് നിൽക്കുവാണ്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പണികളൊന്നും നടക്കത്തില്ല. അപ്പോൾ ചമ്മന്തിക്കറി അമ്മച്ചിക്കും കാശിക്കും മാത്രം മതി, ശകലം മതിയല്ലോ. അതുകൊണ്ടാണ് അത്രയും എടുത്തുള്ളൂ. ബാക്കി നമുക്ക് അവിയലൊക്കെ വെക്കാനുണ്ട്. അതുകൊണ്ട് അന്നേരമൊക്കെ തേങ്ങ എടുക്കാമെന്നും പറഞ്ഞ് അവിടെ വെച്ചേക്കുവാണ്. പിന്നെയും തീരുമാനം ഇറങ്ങാണ്ടല്ലോ. ഇന്നലെ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണെന്നുണ്ടെങ്കിൽ പെരുമഴയായിരുന്നു. മഴ തോന്നിട്ടേ ഇല്ല കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴയായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് മഴയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. അപ്പോൾ എല്ലാം നേരത്തെ തന്നെ ഒതുക്കണമെന്നുള്ള ഒരു പ്ലാനിങ്ങിലുണ്ട് കേട്ടോ. തേങ്ങ മൊത്തം തിരുമ്മേൻ്റെ കാര്യം അത് തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തേങ്ങ തിരുമ്മാൻ ഭയങ്കര മടിയാണ്. ഏട്ടനുള്ളപ്പോൾ ഏട്ടനായിരുന്നു തേങ്ങ കൂടുതലും എനിക്ക് തിരുമ്മി തരുന്നത്. കുറച്ച് വല്ലതും മതിയെങ്കിൽ മാത്രമേ ഞാൻ തിരുമാറുള്ളായിരുന്നു. അപ്പോൾ ശ്രീമോൻ അവിടെ നിൽപ്പി ഞാൻ എന്തായാലും അവന് കുടിക്കാനുള്ള കോഫി എടുത്ത് കൊടുത്ത് അവൻ കുടിച്ചു കേട്ടോ. കുടിച്ചിട്ട് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴേ നമ്മൾ ചമ്മന്തിക്കറിയുടെ എല്ലാം അരച്ചുകൊണ്ട് വന്നു.
ഏട്ടനാണെങ്കിൽ ഗോവയ്ക്ക് പോയതാണ്. തിങ്കളാഴ്ച പോയതാണ്, വെള്ളിയാഴ്ച വരും. അതുകൊണ്ട് ഏട്ടൻ ഇന്ന് വരുന്ന ദിവസമാണ്. അപ്പോൾ ഏട്ടൻ വരുന്നതിന് മുമ്പേ പറഞ്ഞ് ഇങ്ങ് വന്നാൽ മതിയായിരുന്നു, വീട്ടിലെത്തിയാൽ മതി. ഞാൻ പറയാം അങ്ങോട്ട് പോയപ്പോൾ ഇത്ര ഉത്സാഹമൊന്നും അല്ലായിരുന്നല്ലോ, ചാടിത്തുള്ളി പോയിട്ട് ഇപ്പോൾ എന്താ പറ്റി, ഫുഡൊന്നും റെഡി ആവുന്നില്ല, ഞാൻ വരുമ്പോഴത്തേക്ക് നീ എനിക്ക് മീൻകറിയും പച്ചമോരും എന്തൊക്കെയോ വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു 2 വർഷമൊക്കെ ഗൾഫിൽ നിന്നിട്ട് ഭർത്താക്കന്മാർ വരുന്ന പോലാണ് എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത്, അത് വേണോ ഇത് വേണോ എന്നൊക്കെ. അപ്പം ഞാൻ കരുതി ഏട്ടൻ പോയതിന് ശേഷം ഞങ്ങളിവിടെ മീൻ വാങ്ങിച്ചിട്ടില്ല. ചിക്കൻ ഉണ്ടായിരുന്നു ആദ്യത്തെ 2 ദിവസം. പിന്നെ ഞങ്ങൾ മുട്ടയൊക്കെ പൊരിച്ച് ഞാനും അമ്മച്ചി പിള്ളേരും എല്ലാം ഉള്ളൂ. ഞങ്ങൾക്ക് മീൻ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചന്തയിലൊന്നും പോയിട്ടൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ ഇനി ചന്തയിലൊന്ന് പോകണം, മീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം, വാങ്ങിക്കണം. കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് മീനും കുറവാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. നമ്മളിതുവഴി മീൻകാർ വരുന്നത് കുറവാണ്. അപ്പോൾ നമ്മളവിടെ പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ കാശിയുടെ ലഞ്ചെല്ലാം ഞാൻ റെഡിയാക്കി. അത് കഴിഞ്ഞ് കഥകൊക്കെ അടച്ചിട്ട് പോവുകയാണ്. കഥക് തുറന്നിടാറേ ഇല്ല. കഥക് മാത്രമല്ല ജനലും ഒന്നും ഞാൻ തുറക്കത്തില്ല. ഈ പാമ്പൊക്കെ എല്ലായിടവും കയറുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ്. പിള്ളേരോട് ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും കയറി ഇരുന്നാൽ പോലും നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് എല്ലാം അടച്ചു പൂട്ടിയിട്ട് ഞാൻ നേരെ ലഞ്ചെല്ലാം എടുത്ത് വെക്കാനായിട്ട് വന്നേ. അപ്പോഴത്തേക്ക് കാശി ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ്. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല. ശ്രീമോനെ വെച്ചുകൊണ്ട് എല്ലാം കൂടെ എനിക്ക് പാടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ലഞ്ചെല്ലാം എടുത്ത് വെച്ച്, വെള്ളമൊക്കെ എടുത്ത് വെച്ച്. പുതിയ കിറ്റാണ് കേട്ടോ. ഈ വട്ടം എല്ലാം നെറോട്ടോയുടെ നോക്കിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം പോയെടുത്ത് കിട്ടിയില്ല, രണ്ടാമത് ചെരുപ്പ് വാങ്ങിക്കാൻ പോയെടുത്താണ് അത് കിട്ടിയത് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, ക്വാളിറ്റി ഉണ്ട്, കട്ടിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കാശി പല്ലൊക്കെ തേച്ചിട്ട് വന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ദോശ ചമ്മന്തി എപ്പോൾ കൊടുത്താലും കഴിക്കുന്ന ഒരു ആഹാരമാണ്. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു ആഹാരം. പിന്നെ അച്ഛനും മക്കൾക്കും ഇത് ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ശ്രീമോന് കൊടുത്തിട്ട് ശ്രീമോൻ കഴിക്കുന്നില്ല. ശ്രീമോനാണെങ്കിൽ വാശി പിടിച്ച് നിൽക്കുക, വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഞാൻ സോപ്പിട്ട് എന്തായാലും കാശിക്ക് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 1-2 വാ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി അവൻ കഴിക്കുന്ന അത്രയും സമയം നമുക്കുണ്ടല്ലോ, ഈ സമയം കൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പം ഞാനങ്ങ് കോഫി കുടിക്കാമെന്ന് കരുതി എൻ്റെ കോഫി എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇരിക്കുവാണ്. ആ കോഫി എന്നെ കുടിക്കാൻ ശ്രീമോൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ എടുക്കുമ്പോഴെല്ലാം അവന് വേണമെന്ന് പറയും. ഞാൻ എൻ്റെ ഭാഗത്തോട്ട് നീക്കുമ്പോഴത്തേക്ക് അവൻ പിടിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്, അവന് വേണമെന്നും പറഞ്ഞ്. ചൂടുണ്ട് അതിന്, എന്നിട്ടും അവൻ കുടിക്കും കേട്ടോ. ശ്രീമോനാണെങ്കിൽ കാശിയോട്ടല്ല, കാശിക്കാണെങ്കിൽ എന്ത് കൊടുത്താലും പച്ചവെള്ളം പോലെ തണുത്ത് കൊടുത്താലേ കാശി കുടിക്കത്തുള്ളൂ. ശ്രീമോനാണെങ്കിൽ എല്ലാം ചൂടോടെ കുടിക്കുവേ. അപ്പം 2 പേരെയും കുളിപ്പിച്ചിറക്കിയിട്ടുണ്ട്. ശ്രീമോൻ്റെ വിചാരം ശ്രീമോനും എവിടെ പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് പതിവാണ്. ഇപ്പോഴേ നല്ല നേരത്തെ 8 മണിയാകുമ്പോൾ കാശി പോകുന്നതിന് മുമ്പ് ശ്രീമോനെ ഞാൻ റെഡി ആക്കാറുള്ളത് കൊണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ കുളിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ശ്രീമോനെ ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ ചീകി അങ്ങനെ പൗഡർ ഇട്ട് കൊടുത്താണ്. കാശിക്ക് പൗഡർ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ ഉടനെ ശ്രീമോൻ ഒരുങ്ങാനായിട്ട് നിന്ന് തരുവാണ്. കുളി കഴിയുമ്പോൾ തന്നെ അവനറിയാം അവൻ്റെ ഡ്രസ്സ്, അവൻ്റെ പാമ്പസ്, അവൻ്റെ പൗഡർ അതെല്ലാം ഇട്ട് കൊടുക്കണം. മുടിയും ചീകി സ്പ്രേ അടിച്ചാൽ വീട്ടിലാണെങ്കിൽ പോലും ഇരിക്കത്തുള്ളൂ കേട്ടോ. അത്രയ്ക്ക് വൃത്തിയൊക്കെയുള്ള എൻ്റെ മോനാണ്. ഒരു ദിവസം ഒരു 10 വട്ടം കുളിക്കുകയും ചെയ്യും. അങ്ങനെ ടാങ്കിലെ വെള്ളം തീരുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒന്ന് മൂത്രം ഒഴിച്ചാൽ പോവും, ഒന്ന് അപ്പി ഇട്ടാൽ കുളിക്കണം. അപ്പം ഒരു ദിവസം അത്രയും വട്ടം അവനാണെങ്കിൽ ദേഹത്ത് എന്തെങ്കിലും വീണാൽ, ഇപ്പം വെള്ളം കുടിക്കുമ്പം വെള്ളം ദേഹത്ത് വീണാൽ അന്നേരം കുളിക്കണം. അങ്ങനെ ഭയങ്കര വൃത്തിയാണ്, നനഞ്ഞൊന്നും ഇരിക്കത്തില്ല, അഴുക്കാക്കിയൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ അവനെ റെഡിയാക്കി, എല്ലാവരും റെഡിയായി കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞപ്പോൾ കാശിക്ക് ഇന്നൊരു പോയം പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാനൊന്ന് ചോദിച്ചതാണ് കേട്ടോ. ഇന്നലെ പഠിച്ചു എങ്കിലും ഞാൻ ഒന്നുകൂടെ ചോദിച്ചു. അപ്പോൾ അത് കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു തന്ന്. അത് കഴിഞ്ഞ് ടെസ്റ്റും എടുത്ത് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ വാൻ വന്നിട്ടുണ്ടായിരുന്നു. വാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഓടി വന്നതാണ് എല്ലാം എടുക്കാനെ കൊണ്ട്. ഏട്ടനില്ലാത്തതുകൊണ്ട് ഇതൊക്കെയാണ് പാട്. ശ്രീമോനെ ഒന്ന് പിടിക്കാനോ എടുക്കാനോ പറ്റുന്നില്ല. അമ്മച്ചിയുടെ അടുത്ത് അങ്ങനെ ഇരിക്കത്തതുമില്ല, ഇരുന്ന് കളിക്കും, അമ്മച്ചിക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ പിന്നെ വാനി വന്ന് പിള്ളേരെല്ലാം ടാറ്റയൊക്കെ കൊടുത്തു. ഇന്നലത്തെ ദിവസം വാനില്ലായിരുന്നു, ഓട്ടോ ആയതുകൊണ്ട് കുറച്ച് പേരേ ഉള്ളായിരുന്നു. അതിൻ്റെ തലേന്ന് നമ്മൾ സ്കൂട്ടറിലെല്ലാം ഓട്ടോയിൽ കൊണ്ടുവിടുമായിരുന്നു. തിരിച്ച് ഞാൻ സ്കൂട്ടറിൽ പോയി വിളിച്ചുകൊണ്ട് വന്നു. രാവിലെ ഒന്നും ശ്രീമോനെ അമ്മച്ചിയുടെ അടുത്ത് ഇരുത്തിയിട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഓട്ടോ വിളിച്ച് പോയത്. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഞാനാണെങ്കിൽ കുഴപ്പമില്ല, വൈകിട്ടെല്ലാം ഉച്ചയ്ക്ക് 12:30 വരെ ഉള്ളായിരുന്നു. അങ്ങനെ പോയി ഞാനിങ്ങനെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീമോനെ അകത്ത് കയറ്റി കതകും അടച്ചതിന് ശേഷം ഞാനെല്ലാം അങ്ങ് തൂത്ത് വരുവാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി ചന്തയിൽ പോകാനായിട്ട് മീൻ വാങ്ങിക്കാനേ. അപ്പം ആ സമയത്ത് നല്ല ഇതായിട്ടിരിക്കുകയാണ്. അമ്മച്ചിക്ക് സീരിയലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശ്രീമോൻ കളിക്കുന്നുണ്ട് കേട്ടോ ഇരുന്നുകൊണ്ട്. ഒരു ലോട്ടോ ചോക്കോപ്പയൊക്കെ കൈ കൊടുത്തിട്ടുണ്ട്, അത് കഴിക്കാനാണെന്ന് പറഞ്ഞൊക്കെ വാങ്ങിച്ചതാണ്. അത് കഴിച്ചു ഒന്നും ഇല്ലായിരുന്നു, ചുമ്മാ അതുകൊണ്ട് കറങ്ങി നടന്നത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാനെല്ലാം തൂത്ത് വാരിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന് അവൻ്റെ എന്തോ ഒരു കളിപ്പാട്ടം കിടന്നത് എടുത്തു. അപ്പോഴത്തേക്ക് ലോട്ടോ ചോക്കോപ്പ അവിടെ താഴെ വീണ് കേട്ടോ.
അപ്പോൾ അതിനാണ് നിൽക്കുന്നത് ഇനി. അതും കൊടുത്തപ്പോഴത്തേക്ക് അവൻ അങ്ങ് പോയി, അവൻ്റെ പാട് നോക്കി അവൻ പോയി കേട്ടോ. അവൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞ് അടങ്ങിയിരിക്കുവേ. അങ്ങനെ ഞാൻ അവനോട് പോയി ടി വി കാണടാന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ റെഡിയാവാൻ പോയപ്പോൾ എൻ്റെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി, ശ്രീമോനെ അകത്തിട്ട് വെളിയിൽ നിന്ന് പൂട്ടി കേട്ടോ, കണ്ടില്ല ഞാൻ ഇറങ്ങിയത്. അങ്ങനെ പിന്നെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ചന്തയിലോട്ടിങ്ങ് വരുവാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും വന്നിട്ടില്ലായിരുന്നു, ഉള്ളവരുടെ കയ്യിൽ നിന്ന് പിന്നെ പീസ് മീൻ മതിയെന്ന് ഞാനും വിചാരിച്ചു. കേര ചൂരി എന്തെങ്കിലും അവിടെ നിന്നപ്പോൾ കേര മാത്രമേ ഉള്ളായിരുന്നു. കേരയും വാങ്ങിച്ചു, ചാളയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് മീൻ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ ശ്രീമോൻ എന്നെ നോക്കി വെളിയിൽ ഗേറ്റ് തുറന്ന് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അവൻ പോയി ഗേറ്റൊക്കെ അടച്ച്. കാശി ചെയ്യുന്ന കണ്ടിട്ടാണ് ഇതെല്ലാം കേട്ടോ. കാശിയാണിത് മെയിനായിട്ട് ചെയ്യുന്നത്. വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് വന്ന് ഗേറ്റ് തുറന്ന് കൊടുക്കുന്നതും ആൾ കയറിയതിന് ശേഷം ഗേറ്റ് അടയ്ക്കുന്നതൊക്കെ അവൻ കണ്ടുകൊണ്ട് നിൽക്കുമല്ലേ. അപ്പോൾ അവൻ അതുപോലെ ചെയ്ത് കേട്ടോ. എന്തൊരു കാര്യം, ചില സമയത്ത് നമുക്ക് നല്ല ചിരിയും വരും ഇവൻ ചെയ്യുന്നത് കാണുമ്പോൾ, കാശി കാണിക്കുന്ന പോലെ കാണിക്കുമ്പോഴേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ ചാള വെട്ടിക്കൊണ്ട് നിൽക്കുവാണ്. ചൂരയല്ല, കേര കറി അടുപ്പിലാക്കിയിട്ടാണ് ഞാൻ ചാള വെട്ടാൻ നിന്നത്. എല്ലാത്തിനും കൂടെ വീഡിയോ എടുക്കാൻ പോയി ഒന്നും നടക്കത്തില്ല. ശ്രീമോൻ വയലൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നേരത്തെ എഴുന്നേറ്റതല്ലേ. അങ്ങനെ പിന്നെ ഒരു ഉറക്കമൊക്കെ എഴുന്നേറ്റ് ശ്രീമോൻ എഴുന്നേറ്റതിന് ശേഷമാണ് ഞാനാണെങ്കിൽ മേളിലോട്ട് കയറി വന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് മുകളിലൊക്കെ ഒന്ന് തൂക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണ് ഇതെല്ലാം. അപ്പോൾ ശ്രീമോനാണെന്നുണ്ടെങ്കിൽ ചാടി മറിഞ്ഞങ്ങ് നടക്കുവാണേ. അപ്പം ഞങ്ങളുടെ ഈ കട്ടിലിൽ ഇത്രയും പില്ലോ കിടക്കുന്നതിൻ്റെ കാര്യം ഏട്ടനില്ലാത്തതുകൊണ്ട് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ വെച്ച് കൊടുത്താണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരമായി, കാശി വന്നു. ഞാനപ്പോൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഈ ജോലിയൊക്കെ ചെയ്ത ഏട്ടൻ വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ബാഗുമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് വരും. അപ്പോൾ കാശി ചോദിച്ചുകൊണ്ട് വരുന്നത്, പപ്പ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, പപ്പ വന്നുകൊണ്ടിരിക്കുന്നുള്ള, എറണാകുളം എത്തിയതേ ഉള്ളൂ, ഇപ്പോൾ എത്തും എന്ന് പറയുന്നുണ്ട്. അതെന്താ അമ്മേ വരാത്തത്, ഇത് നേരത്തെ വരുമെന്ന് പപ്പ പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വന്നിട്ട് ഡ്രസ്സെല്ലാം ഊരുവാണ്. അപ്പം ഇപ്പം പിന്നെ നമ്മൾ വീഡിയോ എടുത്തത് വൈകിട്ട് ഏട്ടൻ വന്നപ്പോഴാണ് കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അനുസരിച്ച് ഓട്ടോ വിളിച്ചാണ് ഏട്ടന് വന്നത്. അങ്ങനെ വന്ന് കുറേ സമയമൊക്കെ അകത്ത് അനുസരിച്ച് ഏട്ടന് വരുന്ന എല്ലാവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് പപ്പ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പപ്പ എടുത്ത് കഥ പറഞ്ഞു കൊടുക്കുവാണ് ശ്രീമോൻ. അപ്പോൾ ഇത്രയും ദിവസം ടി വി കാണാത്തതിൻ്റെ ഫോൺ കാണാത്തതിൻ്റെ ക്ഷീണമാണ് കാശിക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നേ. പച്ചമോര് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്കൊന്നും പോയില്ല കേട്ടോ. പിന്നെ തൈര് വാങ്ങിക്കാനായിട്ട് എന്നോട് പറഞ്ഞത് തന്നെ ഉച്ച കഴിഞ്ഞപ്പോഴാണ്. ഞാൻ രാവിലെ ആയിരുന്നെങ്കിൽ ചന്തയിൽ പോയി വാങ്ങിച്ചേനെ. പിന്നെ മീൻ കറിയും അവിയലും മീൻ വറുത്തതും അച്ചാറും ഒക്കെ ആയിട്ട് ഏട്ടൻ കഴിച്ച് ഇവിടുന്ന് പോയതിന് ശേഷം ഇങ്ങനെയൊന്നും ഫുഡ് കഴിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങോട്ട് പോയപ്പോൾ ഉച്ചക്കത്തേക്കുള്ളതും രാത്രിയിലത്തേക്കുള്ളതും നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് എനിക്ക് സന്തോഷമായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.